ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇദ്ദേഹം മാസം ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത്. ഇയാൾക്ക് തന്റെ പറമ്പിൽ ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ജോലികൾ എങ്ങനെയാണെന്ന് നോക്കാം. തലേ ദിവസം റബ്ബർ പാൽ മരത്തിൽ നിന്നും ശേഖരിച്ച് അത് കട്ടികൂടാൻ ആസിഡ് ചേർത്ത് പാത്രങ്ങളിൽ വെക്കും. പിന്നീട് 2 മണിക്കൂറിന് ശേഷം കട്ടിയായ റബ്ബർ അന്ന് തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കും. അടുത്ത ദിവസം ഉറകൂടാൻ വെച്ച റബ്ബർ ഷീറ്റുകൾ എടുക്കുന്നതിനായി ഇദ്ദേഹം അതിരാവിലെ തന്നെ റബ്ബർ ഷെഡിലേക്ക് എത്തും. ടാങ്കിലെ വെള്ളത്തിൽ കുതിർന്നു കട്ടിയായ റബ്ബർ ഷീറ്റുകൾ ഓരോന്നായി എടുത്ത് റബ്ബർ പ്രസിംഗ് മെഷീനിലൂടെ കടത്തിവിട്ട് പരത്തിയെടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന ഷീറ്റുകൾ ഉണക്കി സൂക്ഷിക്കുകയും അത് വലിയൊരളവാകുമ്പോൾ വിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു. ടയറുകൾ, ഗ്ലൗസുകൾ, ചെരുപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ റബ്ബർ അത്യാവശ്യമായതുകൊണ്ട് തന്നെ വിപണിയിൽ ഇതിന് എപ്പോഴും ആവശ്യക്കാരുണ്ട്. കേരളത്തിൽ നിലവിൽ റബ്ബറിന് കിലോയ്ക്ക് 180 രൂപയ്ക്കടുത്ത് വില ലഭിക്കുന്നുണ്ട്. റബ്ബർ ടാപ്പിംഗ് മുതൽ പാൽ ശേഖരിക്കൽ, ട്രേകളിൽ ഒഴിച്ച് ആസിഡ് ചേർത്ത് ഉറകൂട്ടൽ, ഷീറ്റ് അടിച്ചെടുക്കൽ, അത് സ്മോക്ക് ഹൌസിൽ വെച്ചുണക്കൽ തുടങ്ങി വിപണിയിലെത്തിക്കുന്നതുവരെ നീളുന്ന വലിയൊരു അധ്വാനം ഇതിന് പിന്നിലുണ്ട്.